ഇനി നമുക്കൊരു നാടൻ കറി ആയാലോ. അതിനായിട്ട് നമ്മൾ ചക്കക്കുരുവും മുരിങ്ങയുടെ കായും കൂടെ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരയ്ക്കേണ്ടത് ഒരു അരമുറി തേങ്ങ, അതുപോലെ തന്നെ ആവശ്യത്തിന് ചെറിയ ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളി ആവശ്യത്തിന്. നമ്മൾ അരയ്ക്കുന്ന മുളക് പൊടി അല്ലാതെ നമ്മൾ ഈ ചുവന്ന മുളക് ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതും കൂടി അരച്ചതിന് ശേഷം ഈ ചക്കക്കുരു മുരിങ്ങക്ക മിക്സിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലേക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകി അതിന് മുകളിലിടാം, പച്ചത്തേങ്ങ. അല്ലാതുണ്ടെങ്കിൽ കുറച്ച് നല്ല വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നാളെ വിഷു ആണല്ലോ, എല്ലാവർക്കും വിഷുദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും